നമസ്തേ. നീറ്റ് 2025 മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കിയ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് കേരളത്തിലെ MBBSൻ്റെയും BDSൻ്റെയും സ്ട്രേ വേക്കൻസി റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ആദ്യ 3 അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം ഗവൺമെൻറ് മേഖലയിലും സ്വകാര്യ മേഖലയിലും വന്ന ഒഴിവുകളാണ് ഇപ്പോൾ നികത്തിയിരിക്കുന്നത്. ഇന്നലെ MCCയുടെ സൈറ്റിൽ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചിരുന്നല്ലോ. അതിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളെ ഒഴിവാക്കിയാണ് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിനനുസരിച്ച് ഇപ്പോൾ ഈ സ്ട്രേ വേക്കൻസി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഗവൺമെൻറ് MBBSന് നമുക്കറിയാം കാസർഗോഡ് മാത്രമാണ് സീറ്റ് ഉണ്ടായിരുന്നത്. എന്നാൽ സ്വകാര്യ മേഖലയിൽ സ്റ്റേറ്റ് മെറിറ്റിൽ 70-ലധികം സീറ്റുകളും മുസ്ലിം മൈനോറിറ്റിയിൽ 40-ലധികം സീറ്റുകളുമാണ് അവശേഷിച്ചിരുന്നത്. അതനുസരിച്ച് കാസർഗോഡ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBSന് 1274 കേരള മെഡിക്കൽ റാങ്കുള്ള വിദ്യാർത്ഥി പ്രവേശനം നേടി. സ്വകാര്യ മേഖലയിലെ MBBSന് കഴിഞ്ഞ വർഷം 10,100 വരെയാണ് റാങ്ക് പോയിരുന്നതെങ്കിൽ ഈ വർഷം സീറ്റ് വർദ്ധിച്ച സാഹചര്യത്തിൽ 11,631 കേരള മെഡിക്കൽ റാങ്ക് വരെ സ്റ്റേറ്റ് മെറിറ്റിൽ തന്നെ കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ MBBS പ്രവേശനം നേടിയിട്ടുണ്ട്. മുസ്ലിം മൈനോറിറ്റി സീറ്റിലാണ് ഈ വർഷം ഏറ്റവും വലിയ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 15,897 കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റുള്ള മുസ്ലിം മൈനോറിറ്റി വിഭാഗത്തിലുള്ള വിദ്യാർത്ഥിക്കും ഈ സ്ട്രേ വേക്കൻസി വഴി സ്വകാര്യ മേഖലയിൽ MBBS സീറ്റിന് പ്രവേശനം ലഭിച്ചു. കേരളത്തിലെ ഗവൺമെൻറ് മേഖലയിലെ BDS ഏതാണ്ട് 4,700 കേരള മെഡിക്കൽ റാങ്ക് വരെയും സെൽഫ് ഫിനാൻസിങ് BDS 33,000 കേരള മെഡിക്കൽ റാങ്ക് വരെയുമാണ് സ്ട്രേ വേക്കൻസിയിൽ അലോട്ട്മെൻറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രൊവിഷണൽ ലിസ്റ്റാണ് കേരള വെബ്സൈറ്റിൽ ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഏതെങ്കിലും ആക്ഷേപങ്ങളുള്ള പക്ഷം നാളെ ഉച്ചയ്ക്ക് മുമ്പായി നിങ്ങൾക്ക് ഇമെയിൽ വഴി അറിയിക്കാവുന്നതാണ്. നാളെ വൈകുന്നേരത്തേക്ക് ഫൈനൽ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും 17-ാം തീയതിക്കും 20-ാം തീയതിക്കും ഇടയ്ക്ക് കോളേജുകളിൽ നേരിട്ട് ചെന്ന് പ്രവേശനം ഉറപ്പാക്കുകയും ചെയ്യാം. കേരളത്തിലെ ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും MBBSൻ്റെയും BDSൻ്റെയും അവസാനഘട്ട അലോട്ട്മെൻറ്റാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും അതാത് കോളേജുകളിൽ ചെന്ന് ഫീസ് അടച്ച് അഡ്മിഷൻ ഉറപ്പാക്കേണ്ടതാണ്. ഏതെങ്കിലും കാരണവശാൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കാതെ വന്നാൽ ലിക്വിഡേഷൻ ഡാമേജിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഇനി ഈ മേഖലയിൽ ഒരു സീറ്റ് ഒഴിവുണ്ടെങ്കിൽ തന്നെ ഈ സ്ട്രേ വേക്കൻസിയിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് പരിഗണിച്ച് ഒരു അലോട്ട്മെൻറ്റ് മാത്രമായിരിക്കും എൻട്രൻസ് കമ്മീഷണർ നടത്തുക. കേരള എൻട്രൻസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്ട്രേ വേക്കൻസിയുടെ റിസൾട്ട് അറിയുന്നതിനായി കേരളയുടെ വെബ്സൈറ്റിലെ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പരിശോധിക്കാവുന്നതാണ്. നീറ്റ് 2025 ഈ കഴിഞ്ഞ മെയ് 4-ാം തീയതി ആയിരുന്നു. അതിനുശേഷം ഇന്ന് നവംബർ 15-ാം തീയതിയോടുകൂടിയാണ് കേരളത്തിൻ്റെ മെഡിക്കൽ പ്രവേശനം ഏതാണ്ട് പൂർണ്ണമാവുന്നത്. ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലും ധാരാളം വിദ്യാർത്ഥികൾ പ്രവേശനം നേടുകയും സെപ്റ്റംബർ 22 തന്നെ ക്ലാസ്സുകൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ സ്ട്രേ വേക്കൻസിയിൽ ഉൾപ്പെടെ പ്രവേശനം നേടിയ ഓരോ വിദ്യാർത്ഥികൾക്കും വേണ്ടിയുള്ള എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം തന്നെ മറ്റു കോഴ്സുകളിൽ ചേർന്നിരിക്കുന്നവർ, 2026 വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവർ, അതുപോലെ തന്നെ മറ്റു കോഴ്സുകളിലേക്കൊക്കെ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികളെയും എല്ലാം ബ്രില്യൻ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ ആശംസകളും അറിയിക്കുന്നു. തീർച്ചയായിട്ടും ഇനിയും നിങ്ങളുടെ യാത്രയിൽ ഞങ്ങൾ കൂടെ ഉണ്ടാവും. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.